ഇത്തവണത്തെ ശബരിമല മണ്ഡല തീർത്ഥാടന കാലം ശുഭകരമായി പര്യവസാനിച്ചിരിക്കുകയാണ്. ഇവിടേക്കെത്തിയ ഭക്തജനങ്ങൾ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് ഈ 70 ദിവസത്തിൽ ഇവിടേക്ക് എത്തിയത്. അവരോരോരുത്തരും വളരെ സംതൃപ്തിയോടുകൂടിയാണ് മലയിറങ്ങിയത് എന്നുള്ളത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. ഇത് സാധ്യമായത് ഒരു കൂട്ടായ്മയുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. സർക്കാരിന്റെ ഏതാണ്ട് 25ഓളം ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സാധ്യമായത്. കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2 മീറ്റിങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു കൂട്ടിയത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അപ്പടി അനുസരിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് നേതൃത്വം നൽകിയ ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ. അദ്ദേഹം എത്ര മീറ്റിങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തതെന്ന് കണക്ക് പോലുമില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ദർബാർ ഹാളിൽ നിരവധി മീറ്റിങ്ങുകൾ അദ്ദേഹം വിളിച്ചു ചേർത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ശിരസാവഹിച്ചുകൊണ്ട് വകുപ്പ് മന്ത്രിമാർ, ഞാൻ ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രിയുടെ പേര് പറഞ്ഞില്ല, എല്ലാ വകുപ്പ് മന്ത്രിമാരും ഈ ശബരിമലയിലെ ചുമതലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വകുപ്പ് മന്ത്രിമാരും അവരുടേതായ ഉദ്യോഗസ്ഥരെ വിളിച്ചു കൂട്ടി പമ്പയിൽ വെച്ചിട്ടായാലും ഓഫീസിൽ വെച്ചിട്ടായാലും കൃത്യമായ ചുമതലകൾ നിർവഹിച്ചു. അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ ദേവസ്വം വകുപ്പ് മന്ത്രി മുതൽ എല്ലാ വകുപ്പ് മന്ത്രിമാരും എല്ലാ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിമാരും അങ്ങനെ അതിന്റെ ഏറ്റവും ഒടുവിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വരെയുള്ള കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ നെറ്റ് റിസൾട്ടാണ് ശബരിമലയിൽ ഇത്തവണത്തെ തീർത്ഥാടന കാലം ശുഭകരമായി പര്യവസാനിച്ചത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ, ഇത് 25ലധികം ഡിപ്പാർട്ട്മെന്റുകൾ യോജിച്ച് നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആണെങ്കിലും ഇതിന്റെ ഒരു നേതൃത്വം നൽകുന്നത് ദേവസ്വം ബോർഡാണല്ലോ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ 8 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോംവർക്കിന്റെ പരിശ്രമം കൂടിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. മാത്രമല്ല, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സംഘടനകൾ അവർ നമുക്ക് ഇത്തവണത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നൽകിയ സഹായങ്ങൾ, പിന്തുണ, പ്രോത്സാഹനം വളരെ വലുതാണ്. ഏറ്റവും ഒടുവിലായി പറയുവാനുള്ളത് മാധ്യമങ്ങളാണ്. ഞങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടി. അത് ഇന്ത്യയിലെ മുഴുവൻ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, വിവിധ ഭാഷാ മാധ്യമങ്ങൾ, അങ്ങനെ എല്ലാ മാധ്യമങ്ങളുടെയും. ഇത് ഒരുപാട് പരിമിതികളുള്ള ഒരു സ്ഥലമാണ് ശബരിമല എന്ന് നമുക്കറിയാം. ഒരു കാനന ക്ഷേത്രമാണ്. ഇവിടെ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളുണ്ട്, കാലാവസ്ഥപരമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവിടെ അതൊക്കെ വെച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വേണമെങ്കിൽ അതിനെയൊക്കെ പെരുപ്പിച്ച് കാട്ടിക്കൊണ്ടൊരു വാർത്തയാക്കി മാറ്റാമായിരുന്നു. പക്ഷെ അതിനൊന്നും മുതിരാതെ എല്ലാവിധമായ സപ്പോർട്ടും ദേവസ്വം ബോർഡിനോടൊപ്പം സർക്കാരിനോടൊപ്പം ഇവിടെ ഇത്തവണത്തെ ഫെസ്റ്റിവൽ അത് കേരളത്തിന്റെ ഫെസ്റ്റിവലാണ് എന്നുള്ള മട്ടിൽ ഞങ്ങൾക്ക് പൂർണ്ണമായി പിന്തുണ മാധ്യമങ്ങൾ നൽകി. അതിന് മാധ്യമങ്ങളോട് നന്ദി പറയുന്നു. അങ്ങനെ പൊതുവായ ഒരു അന്തരീക്ഷം, അതിൽ ഭഗവാന്റെ കൂടി ഒരു അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു അന്തരീക്ഷം കൃത്യമായി നിയോഗിക്കപ്പെട്ടു വന്നു. അങ്ങനെ ഇവിടെ എത്തിയ ഒരു ഭക്തൻ പരാതി പറഞ്ഞ് സംതൃപ്തിയില്ലാതെ പോകുന്നൊരവസ്ഥ ഉണ്ടായില്ല. ഇത്തവണ ഞങ്ങളുടെ ഒരു വിജയമായി കാണുന്നത്, സർക്കാരിന്റെയും ഞങ്ങളുടെ ഒരു വിജയമായി കാണുന്നത്, നിലയ്ക്കലിൽ ഒരു ദിവസം പോലും നിലയ്ക്കൽ വാഹനങ്ങൾ നിറഞ്ഞു കവിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു 10,000-2000-ലധികം വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം, താൽക്കാലിക സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി. രണ്ടാമത്തെ വിഷയം, കോടതിയുടെ പെർമിഷൻ. കഴിഞ്ഞ വർഷം നടക്കുമ്പോൾ പമ്പയിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ചക്കുപാലം, ഹിൽ ടോപ്പ് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യാനുള്ള അനുമതി നമുക്ക് ലഭ്യമാക്കി. അതോടുകൂടി പാർക്കിംഗ് പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു. എന്നിട്ടും ഇനി നിലയ്ക്കലെങ്ങാനും അധികമായി പോയാൽ മറ്റൊരു സംവിധാനം വേണമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ എരുമേലിയിൽ ഭവന നിർമ്മാണ ബോർഡിന്റെ ഒഴിവായി കിടന്ന ഒരു 6.5 ഏക്കർ കൂടി ഞങ്ങൾ എടുത്ത് ഒരു സംവിധാനം ഉണ്ടാക്കി. പക്ഷെ അത് പലപ്പോഴും അത് വിനിയോഗിക്കപ്പെടേണ്ടി വന്നിട്ടില്ല. 2, ഞങ്ങൾ കണ്ട കഴിഞ്ഞ പ്രാവശ്യം കണ്ട രണ്ടാമത്തെ പ്രശ്നം, ഈ പമ്പയിലെത്തുമ്പോൾ അവിടെ കയറി നിൽക്കുമ്പോൾ 3 നടപ്പത്തിൽ മാത്രമാണ്. വെയിൽ വന്നാൽ, മഴ പെയ്താൽ ആകെ ഒരു കൂട്ടമായ പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പമ്പയിൽ വലിയ ജർമ്മൻ പന്തൽ, 22,000 സ്ക്വയർ ഫീറ്റിലെ ജർമ്മൻ പന്തൽ
ഏതാണ്ട് 4000 പേർക്ക് വിരിവയ്ക്കുവാനുള്ള ഒരു സംവിധാനം. പണ്ടവിടെ ഒരു പന്തൽ ഉണ്ടായിരുന്നു, രാമമൂർത്തി മണ്ഡപം. അത് പ്രളയത്തിൽ ഒഴിച്ചു പോയി. അതിന് പകരമായ ഒരു പന്തൽ. ഈ 3 നടപ്പന്തൽ കൂടാതെ ഞങ്ങൾ ഒരു 6-7 നടപ്പന്തൽ കൂടി പെർമനന്റ് ആയിട്ടും സെമി പെർമനന്റ് ആയിട്ടും നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഏതാണ്ട് ഒരു പമ്പയിൽ 8000 പേർക്ക് എത്ര കൂട്ടം വന്നാലും വിശ്രമിക്കുവാനും വിരിവയ്ക്കുവാനും ഒക്കെയുള്ള സംവിധാനം നമുക്ക് ഒരുക്കിയിരുന്നു. അവർക്ക് കൃത്യമായ വെള്ളവും ലഘുഭക്ഷണവും ഒക്കെ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നൊരു ചെറിയ സംഭവമായിരുന്നു. ഈ ശരംകുത്തിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ നടപ്പന്തലിന് മുമ്പ് ഒരു ഭൂമിശാസ്ത്രമായി ചരിഞ്ഞൊരു പ്രദേശമുണ്ട്, ഈ വാരിക്കയിലുള്ള. അവിടെ പലപ്പോഴും നമുക്ക് ബിസ്ക്കറ്റും വെള്ളവും കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അത് ബിസ്ക്കറ്റും വെള്ളവും ഇല്ലാത്തതുകൊണ്ടല്ല, കൊടുക്കാനുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ശരംകുത്തിയിൽ 4000 ലിറ്റർ പെർ ലിറ്റർ ഒരു ബോയിലറാണ് ഉണ്ടായിരുന്നു. അതിന് 10,000 ആക്കി എൻഹാൻസ് ചെയ്തുകൊണ്ട് ആ പൈപ്പ് വഴി, ബാരിക്കേഡിൽ കൂടി പൈപ്പ് വഴി കിയോസ്കുകൾ വെച്ച് കൂട്ടി നടപ്പന്തൽ വരെ അവിടെ നിന്ന് തന്നെ വെള്ളം എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റി. കൂടാതെ അവിടെ എല്ലാം നമ്മുടെ വാളണ്ടിയേഴ്സിനെ നിർത്തിക്കൊണ്ട് അവർക്ക് നമ്മൾ സ്റ്റീൽ ബോട്ടിലിൽ വെള്ളം കൊടുക്കുവാനും അങ്ങനെ വെള്ളത്തിന്റെ കാര്യത്തിലും ബിസ്ക്കറ്റിന്റെ കാര്യത്തിൽ പരിപൂർണമായി ചെയ്യാൻ പറ്റി. പിന്നെ ശബരിമലയിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു വിധി വന്നു, ഹൈക്കോടതി വിധി വന്നു. അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പലപ്പോഴും പലരും ദുരുപയോഗം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് കോടതി പറഞ്ഞു, ഇനി ശബരിമലയിൽ ദേവസ്വം ബോർഡ് മാത്രം ഭക്ഷണം കൊടുത്താൽ മതി. അത് കൃത്യമായി ഞങ്ങൾ നടപ്പിലാക്കി. അതിന്റെ ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ഇവിടെ എത്ര പേര് വന്നാലും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. അത് കൊടുക്കുകയും ചെയ്തു. ഏതാണ്ടൊരു കണക്കുകൾ പൂർണ്ണമായി വന്നിട്ടില്ലെങ്കിൽ കൂടി 25 ലക്ഷത്തിലധികം വന്ന ദിവസമാണ് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ സാധിച്ചു. ഞങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് രാവിലെ 6 മണിക്ക് തുടങ്ങും, ഉപ്പുമാവ് കൊടുത്തു തുടങ്ങും. അതൊരു 11:30-12 മണി വരെ കൊടുക്കും. ക്ലീൻ ചെയ്യാനുള്ള ഒരു സംവിധാനം കഴിഞ്ഞാൽ പിന്നെ നേരെ ഞങ്ങൾ പുലാവിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിയാണ്. ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരെല്ലാം കൂടി ചേർന്നിരുന്നുണ്ടാക്കിയ ഒരു മെനുവാണ് ഉപ്പുമാവ്, പുലാവ്, കഞ്ഞി. യഥേഷ്ടം പേർക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതായിരുന്നു, പ്രസാദത്തിന്റെ ഒരു ഷോർട്ടേജ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ചില ദിവസങ്ങളിൽ, തിരക്ക് കൂടിയ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് 4, 5, 2 കൊടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഒരു വാശിയായിരുന്നു അത്. ഇവിടെ വരുന്ന ഭക്തർക്ക് യഥേഷ്ടം പ്രസാദം കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് ഞങ്ങൾ ഏതാണ്ട് 8 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങി. ശർക്കര വാങ്ങുന്ന കാര്യത്തിലായാലും ടിന്ന്, ലിഡ് ഇതൊക്കെ വാങ്ങുന്ന കാര്യത്തിലായാലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ച് കൊടുക്കണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. വൃശ്ചിക 1 നട തുറക്കുമ്പോൾ 40 ലക്ഷം അരവണ നമുക്ക് ബഫർ സ്റ്റോക്ക് ആക്കി ചെയ്യാൻ പറ്റി. അപ്പത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കൃത്യമായി കൊടുക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. രണ്ടാമത്തെ പ്രശ്നമായിരുന്നു ഏറ്റവും പ്രധാനം ക്രൗഡ് മാനേജ്മെന്റ്. ക്രൗഡ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ സത്യത്തിൽ ക്രെഡിറ്റ് ഗോസ് ടു പോലീസ്. പോലീസ് ഇത്തവണ വളരെ ശാസ്ത്രീയമായ സയന്റിഫിക്കായി പഠിച്ച് അവരതിനൊരു പരിഹാരം ഉണ്ടാക്കി.